അതാ ഇപ്പം ഞാൻ കണ്ടു മനസ്സിലായി എനിക്ക് മരുന്നിടാകട്ടാ. പിന്നെ നമ്മുടെ കിട്ടുവെന്ന RTG അരോണയുടെ അവസാന നിമിഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിഷമമായി ഇത് കണ്ടപ്പോൾ. ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അറിയില്ല. എൻ്റെ കോണ്ടാക്റ്റിലുള്ളവരൊക്കെ ഞാൻ വിളിച്ചു നോക്കി ആ ഒരു സമയം കൊണ്ട് അറിഞ്ഞത് മുതൽ. അങ്ങനെ വിളിച്ച് ഓരോ ആൾക്കാരുടെ കോണ്ടാക്റ്റ് കിട്ടി. ലാസ്റ്റ് കാസർഗോഡുള്ള ഒരാളുടെ കോണ്ടാക്റ്റ് കിട്ടി. അവർ ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അവസാന ശ്വാസം നിലച്ചിരുന്നു. ഞങ്ങളെപ്പോഴും വെള്ളം ഒരു 20% വെള്ളമാണ് മാറ്റാറ്. ഇപ്രാവശ്യം വളരെ ഡേർട്ടി ആയത് കാരണം ഒരു 80%ഓളം വെള്ളം മാറ്റേണ്ടി വന്നു. അതിനുശേഷമാണ് ഇങ്ങനെ പ്രോബ്ലം വന്നത്. അതിന് ബാലൻസ് ചെയ്ത് വെള്ളത്തിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിൻ്റെ ബോഡി താഴേക്ക് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോകുന്നു. ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മക്കൊന്നും മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന്. അവസാനത്തോട്ട് അമ്മ കണ്ടതും അമ്മ ശരിക്കും കരഞ്ഞു. ഞാനതിനെ രക്ഷിക്കാൻ വേണ്ടി മുകളിലും താഴേക്ക് ഓടി ഓരോ ആൾക്കാർ വിളിക്കുകയായിരുന്നു. അപ്പോൾ അവസാന ശ്വാസം നിൽക്കുന്ന അമ്മയാണ് കണ്ടത്. ശരിക്കും എന്നിട്ട് അമ്മ കരയായിരുന്നു ഞാൻ വരുമ്പോൾ. രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതാ ഇപ്പം ഞാൻ കണ്ടു മനസ്സിലായി എനിക്ക്. അമ്മേ അതാ മരുന്ന് പോകുന്നു ഇങ്ങനെയല്ലേ. എന്താ ചോദിച്ചതാ? വാവോ അതാ നീ പിടിച്ചിനാ കൈയോണ്ട് മരുന്നിടാകട്ടാ. പിന്നെ ബാക്കിയാണ് മോനെ. ഞാൻ പുറമേ ഒരു അരോണ എക്സ്പെർട്ടിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവസാന ശ്വാസം പോയി. ഇപ്പം ഞാൻ ഇതിലേക്ക് മാറ്റി. അവസാന ശ്വാസം നിലക്കുമ്പോൾ ഒരു നല്ലൊരു ജമ്പ് ചെയ്തെന്ന് പറഞ്ഞു. നല്ലതൊരു ജമ്പ് ചെയ്തെന്ന് അമ്മ പറഞ്ഞു. ഞാൻ കണ്ടില്ല. ഒരുപാട് സങ്കടമായി. ഇപ്പം നമ്മൾ ഓമനിച്ച് വളർത്തിയതായിരുന്നു. എൻ്റെ RTG അരോണ എന്നേക്കുമായി നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. ഓക്കെ, ഒരു 7 ഇഞ്ച് സൈസ് ഉണ്ടായിരുന്നു. വെള്ളം മാറ്റിയതിൻ്റെ പ്രോബ്ലമാണ്, വാട്ടർ ചേഞ്ച് ചെയ്തതിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ. എനിക്ക് ആർക്കും ഹെൽപ്പ് ചെയ്യാനും അതായത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ല ഒരു വിധത്തിലും. ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ്, ഭയങ്കര ഒരു വിഷമമുണ്ട്. എന്തോ ഇങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല.